ഹലോ! നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്ത് കിളിക്കൂടിന്റെ വിശേഷം നോക്കിയാലോ? അങ്ങനെ നമ്മള് സുഭാഷ് ചേട്ടന്റെയും സുനന്ദയുടെയും രഹസ്യമായിട്ടുള്ള വിവാഹം അമ്പലത്തിൽ നിന്ന് നടത്താന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നുല്ലേ. പക്ഷെ എല്ലാതും പൊളിഞ്ഞിട്ടുണ്ട്. നമ്മളെ സുനന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ നമ്മളെ ലളിത അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ലളിതയും സുനന്ദയും പൊരിഞ്ഞടി നടക്കുകയാണ്. നമ്മളെ സുനന്ദയാണെങ്കിൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് മാറിയിട്ടുണ്ട്. അവളിപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. ഞാൻ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിശ്ചയിച്ച കല്യാണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് അങ്ങനെ ഒരു കൊലക്കയറിടാൻ താല്പര്യമില്ല. ഞാൻ എന്തായാലും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് ത്യാഗം ചെയ്യാൻ ഇനി വയ്യ. ഇനിയെങ്കിലും ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുനന്ദ നന്നായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് അവളുടെ അമ്മയോട്. അമ്മയാണെങ്കിൽ അവസാനം സെൻറ്റി ആയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, അച്ഛൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ എത്രയോ കാലം കഷ്ടപ്പെട്ട് അവിടെ ഗൾഫിലൊക്കെ പണിയെടുത്തത്. പിന്നെ അതുപോലെ തന്നെ നിനക്കറിയാം അച്ഛനൊരു അറ്റാക്ക് വന്നിരുന്നു. എന്നിട്ടും അച്ഛൻ പണിക്കൊക്കെ പോയത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്. എന്നിട്ട് നീ ആ ദരിദ്രവാസിയാണ് കല്യാണം കഴിക്കുന്നത്. അവൻ എന്ത് പണിയാടിയുള്ളത്? നിനക്ക് നല്ലൊരു കല്യാണാലോചനയല്ലേ ഞങ്ങൾ കൊണ്ടുവന്നത്? അങ്ങനെയൊക്കെ നമ്മളെ സുനന്ദയുടെ അമ്മ പറയുന്നുണ്ട്. പക്ഷെ സുനന്ദ അതൊന്നും കാര്യമാക്കുന്നില്ല. അമ്മ, അങ്ങനെ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചു പോയാൽ എനിക്ക് അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? സുഭാഷ് ചേട്ടനെ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് വേറൊരാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സുഭാഷ് ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ സുഭാഷ് ചേട്ടനെ ഇല്ലാതെ വേറൊരാളെയും കല്യാണം കഴിക്കില്ല എന്നൊക്കെ നമ്മളെ സുനന്ദ ഉറച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ അരുത് മോളെ, അങ്ങനെ ചെയ്യരുത്, നീ പോവരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സുനന്ദയുടെ കാല് വരെ പിടിക്കാൻ പോകുന്നുണ്ട്. സുനന്ദയാണെങ്കിൽ ഇല്ല, എന്നെ കാത്ത് സുഭാഷ് ചേട്ടൻ അമ്പലത്തിൽ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറേ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഴയ ഒരുപാട് കാര്യങ്ങൾ അമ്മ എടുത്തിടുന്നുണ്ട്. അവർ ത്യാഗം ചെയ്തത്, അച്ഛൻ പണ്ട് നിന്നെ കാണാതെ ഉറങ്ങില്ലായിരുന്നു. വീഡിയോ കോൾ വിളിച്ചിട്ട് നിന്നെ കണ്ടിട്ട് അച്ഛൻ ഉറങ്ങുള്ളായിരുന്നു. നിനക്കെന്തെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ അച്ഛൻ അന്ന് രാത്രി ഉറങ്ങൂല. അത്രയ്ക്ക് സ്നേഹമാണ് അച്ഛന് നിന്നോട്. പിന്നെ ആ അച്ഛനെയൊക്കെ ധിക്കരിച്ചിട്ടാണോ നീ ഇവിടുന്ന് പോകുന്നത്? നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം നിവർത്തിയില്ലാതായപ്പോൾ ലളിത ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ഒരു കത്തി എടുത്തിട്ട് കൈയിൻ്റെ ഞരമ്പ് മുറിക്കാൻ ഓങ്ങുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മയൊക്കെ അത് തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ സുനന്ദയുടെ മനസ്സ് അങ്ങനെയെങ്കിലും ഒന്നും അലിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോഴാണ് സുനന്ദയ്ക്ക് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയത് അവളുടെ മനസ്സ്. അവൾക്ക് പിന്നെ നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല, പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നിൻ്റെ അച്ഛനും ഇതുപോലെ മരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുനന്ദയെ അങ്ങ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ. അതിൻ്റെ ഇടയിൽ നിധി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവരമ്പലത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. നിധി വിളിക്കുമ്പോൾ സുനന്ദ ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സുനന്ദയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ലളിത ചെയ്യുന്നത്. എന്നിട്ടും സുനന്ദ ഫോണൊക്കെ റെഡിയാക്കി ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ നോട്ട് റീച്ചബിൾ എന്നാണ് നിധിക്ക് അവിടെ പറയുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ ഇവിടെ പൊരിഞ്ഞടി നടക്കുമ്പോൾ അവരാണെങ്കിൽ അവിടെ സുനന്ദയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും സുനന്ദയ്ക്ക് ഇനി ഇവിടുന്ന് ഒരു രക്ഷയില്ല. കാരണം അവസാന കണ്ണിയായിട്ടുള്ള ഒരു ഭീഷണിപ്പെടുത്തലും കൂടി നമ്മുടെ ലളിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതുകൊണ്ട് ഇനി സുനന്ദയ്ക്ക് എന്തായാലും ആ വീട് വിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോഴും സുനന്ദയുടെ മനസ്സിൽ സുഭാഷ് ചേട്ടൻ ഉണ്ടെങ്കിൽ പോലും സ്വന്തം അച്ഛനെയും അമ്മയെയും ത്യജിച്ചിട്ട് ഒരു പരിധിക്കപ്പുറം ആ കുട്ടിക്ക് ഇറങ്ങി വരാനുള്ള ധൈര്യമൊന്നും എന്തായാലും ഇല്ല. എന്തായാലും ലളിത ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി ഒട്ടും അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ല. എന്തായാലും നമ്മളെ സുഭാഷ് ചേട്ടനെ വീണ്ടും ഒരു നാടകത്തിൽ അവതരിപ്പിക്കുന്ന രീതിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സുനന്ദയെ പോലുള്ളൊരു പെൺകുട്ടിക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാവരെയും വേണ്ടെന്ന് വെച്ചിട്ടൊന്നും വരാനുള്ള മനസ്സും ആ പെൺകുട്ടിക്ക് ഇല്ല. എന്തായാലും സുനന്ദ പോവണ്ടെന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു ഇരിപ്പ് തന്നെയാട്ടോ വീട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും സുനന്ദയ്ക്ക് വിളിച്ചപ്പോൾ നോട്ട് റീച്ചബിൾ എന്ന് കേട്ടപ്പോൾ നമ്മുടെ നിധിയുടെ പ്രതീക്ഷയും അറ്റുപോയിട്ടോ. അങ്ങനെ നിധി പോയിട്ട് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, സോറി സുഭാഷ് ചേട്ടാ, ഞാൻ കുറച്ച് മുന്നും കൂടി വിളിച്ചിരുന്നപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞതാ. ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചില്ല. പിന്നെ എന്താ അവിടെ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. സോറി സുഭാഷ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിധി നന്നായിട്ട് കരയുന്നുണ്ട്. കരഞ്ഞ് നമ്മളെ നിധി തളർന്നു പോകുന്നുണ്ട് കേട്ടോ. കാരണം നിധി പറഞ്ഞിട്ടാണ് അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചതും എല്ലാവരും ഇവിടം വരെ എത്തി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതും അവളുടെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് കേട്ടോ. അത്രയ്ക്കും അവളോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെയാണ് അവർ കാണിക്കുന്നത്. എന്തായാലും ഇത് ഫെയിലായി പോയിട്ടുണ്ട്. അപ്പം സുഭാഷ് ചേട്ടൻ ഒരുപാട് നേരം ഇവൾ കരയുന്നത് നോക്കി നിന്നിട്ട് പിന്നെ പറയും, മോൾ എന്തിനാ കരയുന്നത്? മോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ ജീവിതത്തിൽ വിവാഹം നടക്കുന്നതൊക്കെ ദൈവനിശ്ചയമാണ്. ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അത് നമ്മളിപ്പോൾ നമ്മളെ നിശ്ചയിച്ചിരിക്കുന്നതിന് അതീതമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് തീരുമാനിച്ചിട്ടുള്ള ബന്ധവുമായിട്ട് മുന്നോട്ട് പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എനിക്ക് വലിയ വിഷമവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ് ചേട്ടൻ. എങ്കിലും സുഭാഷ് ചേട്ടൻ്റെ മുഖത്ത് നമുക്കറിയാൻ പറ്റും നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം സുഭാഷ് ചേട്ടനും ആഗ്രഹിച്ചൊരു പെൺകുട്ടിയെ കിട്ടും എന്നുള്ള ഒരു സങ്കല്പത്തിലായിരിക്കും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്.
നിധിക്ക് എന്തായാലും നല്ല സങ്കടമുണ്ട്. നിധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, സോറി സുഭാഷ് ഏട്ടാ, സോറി, ഞാനിങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മളെ നിധിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടനാണെങ്കിൽ അവസാനം പറയുന്നുണ്ട്, നീ കരയേണ്ട മോളെ, എനിക്ക് വിഷമമൊന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം, ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ കാല് പിടിക്കുന്ന അത്രയും സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കല്യാണ കാര്യത്തിന് നമ്മളെ സുഭാഷ് ഏട്ടന് തയ്യാറാവില്ലേ എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. അത്രത്തോളം അയാൾ തകർന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു കല്യാണമേ വേണ്ട എന്നുള്ള തീരുമാനം വേണമെങ്കിൽ അദ്ദേഹം എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടും സന്തോഷം ഉള്ളിൽ വെച്ചിട്ടും വേറൊരു പെണ്ണിനെയും അദ്ദേഹം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കില്ല. പെണ്ണ് കാണാൻ പോകുമ്പോഴേക്ക് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കാറൊക്കെ. പക്ഷേ ഇത് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ ടെൻഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇനി ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് വീട്ടിൽ പോവാം, വാ ഹരീഷേ, വാ നികേഷേ, സുധീഷേ എന്നൊക്കെ വിളിച്ചിട്ട് വളരെ കൂളായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ പെരുമാറുന്നത്. സുഭാഷ് ഏട്ടൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി പുറമെ ഒന്നും കാണിക്കാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കില്ല എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഗൈസ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യും. ബൈ.